ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ലവ് ചാനലിലേക്ക് സ്വാഗതം. നോട്ട് എപ്പിസോഡ് 4 ആണ് നമ്മൾ കാണുന്നത്. 3യുടെ ക്ലൈമാക്സിൽ നമ്മൾ കണ്ടിരുന്നു ഫാത്സയുടെ ഷർട്ടും വാങ്ങിച്ചിട്ട് നഗുൻ റെസ്റ്റ് റൂമിലേക്ക് പോവുകയാണ്. അവിടെ അവൻ സ്വന്തമായിട്ട് പ്ലേസ് ചെയ്യാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഫാത്സ ചോദിക്കും, നീ എന്താ റെസ്റ്റ് റൂമിൽ ചെയ്തിരുന്നത് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ഞാൻ റെസ്റ്റ് റൂം യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവൻ പറയും, പിന്നെ നീ എൻ്റെ പേര് വിളിച്ചല്ലോ ഫാത്സ എന്ന് പറയും. അപ്പം നഗുൻ പറയും, അതല്ല, ഞാൻ പാസ്ത എന്നാണ് പറഞ്ഞത്, സിയയുടെ അടുത്ത് പാസ്ത ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞതാന്ന് പറയും. അപ്പം നമ്മുടെ ഫാത്സയ്ക്ക് കാര്യമൊക്കെ മനസ്സിലാവും. എന്നിട്ട് ഫാത്സ പറയും, നിനക്ക് എന്നെ ഹഗ് ചെയ്യണോ ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, നിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ ഫാത്സ പറയും, നീ എന്നെ ഹഗ് ചെയ്തോ എന്ന് പറയും. അപ്പോഴത്തേക്കും ഫാത്സയുടെ ഫെറമോൺസൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. സോ അവൻ ഹീറ്റിലാണെന്നുള്ളത് നഗുന് മനസ്സിലാവും. നഗുൻ ചോദിക്കും, നീ ഹീറ്റിലാണോ ചോദിക്കുമ്പോൾ ഫാത്സയ്ക്ക് ദേഷ്യം വരികയാണ്. കാരണം ഫാത്സയ്ക്ക് പോലും അറിയുന്നില്ല അവൻ എന്താണ് അവന് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നഗുൻ സമാധാനിപ്പിക്കും. നഗുൻ പറയും, നീ എല്ലാ കൺട്രോളും നീ ഏറ്റെടുത്തോളൂ, നീ എൻ്റെ കണ്ണ് ക്ലോസ് ചെയ്തോ, കാരണം ഞാനൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കാരണം അവന് ഹീറ്റിലാണല്ലോ, അപ്പോൾ നിൻ്റെ കൺട്രോൾ നീ തന്നെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നഗുൻ അവിടെ കിടക്കും. അങ്ങനെ കംപ്ലീറ്റ് അവരൊരു ലവ് മേക്കിംഗ് സെഷൻ കഴിയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫാത്സയ്ക്ക് ഭയങ്കര ഷൈ ആവും. അപ്പം നഗുൻ പറയും, നീ ഇങ്ങനെ ഷൈ ആവണ്ട, ഇതൊക്കെ എല്ലാ ആൽഫ ഒമേഗയ്ക്ക് ഇടയിലുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആൽഫ ഒമേഗ ആയതുകൊണ്ടും നമ്മൾ സോൾമേറ്റ്സ് ആയതുകൊണ്ടുമാണ് നമ്മൾ തമ്മിൽ ഇത്രയും ഒരു ബോണ്ട് വരുന്നതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ പറയും, അത്രയും ബോണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിൻ്റെ നെക്ക് ബൈറ്റ് ചെയ്തതെന്ന് പറയും. അപ്പോൾ ഫാത്സ ചോദിക്കും, അപ്പോൾ ഞാനാണോ നിൻ്റെ ടൈപ്പ് ചോദിക്കുമ്പോഴത്തേക്കും നഗുൻ പറയും, എനിക്ക് അങ്ങനെ ഒരു ടൈപ്പില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫാത്സയ്ക്ക് ദേഷ്യം വന്നിട്ട് ഫാത്സ മാറിക്കിടക്കും. എന്നിട്ട് പറയും, അതെന്താ, അപ്പം നിൻ്റെ എക്സസ് ഒക്കെ എങ്ങനെയായിരുന്നു ചോദിക്കും. അപ്പോൾ ഇവൻ പറയും, ഞാൻ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഫാത്സയ്ക്ക് അത്ഭുതം, ഇത്രയും സുന്ദരനായ നീ ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയും. അപ്പം നഗൻ പറയും, അങ്ങനെയല്ല, ഞാൻ ആരെയും എനിക്ക് പ്രത്യേകിച്ചൊരു സോൾമേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ജസ്റ്റ് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ സിയ എനിക്ക് പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒമേഗേനെ കൊണ്ടുവരുമായിരുന്നു ഹോട്ടലിൽ എന്ന് പറയും. ഇത് കേട്ടതോടുകൂടി നമ്മുടെ ഫാത്സയുടെ കംപ്ലീറ്റ് ദേഷ്യം വരും. അവൻ തിരിഞ്ഞങ്ങോട്ട് കിടക്കും. അപ്പം നമ്മുടെ നഗുനൊന്നും മനസ്സിലാവുന്നില്ല, ഇപ്പം ഇതെന്താ ഉണ്ടായത്, പെട്ടെന്ന് ഒരു അകൽച്ച കാണിക്കുന്നത്. അവനൊന്നും കത്തുന്നില്ല, കാരണം അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയ കഥ. സോ അവിടെ തൊട്ടിട്ട് നമ്മുടെ നഗുനോട് ഫാത്സയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. പിന്നെ നമ്മുടെ ഓങ്സൈഡ് ഷോപ്പിൽ നഗിൻ വന്നിട്ട് കുറേ ഫ്ലവേഴ്സും കൊണ്ട് വരുന്നുണ്ട്. അവൻ ചോദിക്കണം, എന്തപ്പോൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ നഗിൻ പറയണം, ഒന്നുമില്ല, എനിക്ക് നിന്നെ കാണണം തോന്നി, നീ ഇപ്പോഴും എന്നോട് ദേഷ്യമാണ് അന്നത്തെ രാത്രി സംഭവിച്ചതിൽ, സോറി, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, നിന്നെ ഒന്ന് സമാധാനിപ്പിക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഓങ്സ പറയണേ, ഇല്ല ഞാനതൊക്കെ വിട്ടു, ഞാനതൊന്നും ആലോചിക്കുന്നില്ല എന്ന് പറയും. അപ്പം നഗിൻ പറയും, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ എന്തായാലും നിന്നെ കോർട്ട് ചെയ്യാൻ റെഡിയാണെന്ന് പറയും. അതായത് ഞാൻ നിന്നെ എന്തായാലും ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഓങ്സയുടെ ഫ്രണ്ട് വന്നിട്ട് പറയും, ദേ ഒരു കസ്റ്റമർ ഉണ്ടെന്ന് പറയും. അപ്പോൾ കസ്റ്റമർ വേറെ ആവില്ല, നമ്മുടെ ജപ്പാനാണ്. ജപ്പാൻ ആരാന്ന് മനസ്സിലായോ, നഗിൻ്റെ കസിൻ. അപ്പോൾ അവൻ വന്നിട്ട് അവിടെ കുറേ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ചെറിയ സീനാണ് അവിടെ ഉള്ളത്. ദെൻ ഫൈനലി ജപ്പാനെ മാറ്റിയിട്ട് നമ്മുടെ നഗിൻ നമ്മുടെ ഓങ്സയ്ക്ക് ഫ്ലവേഴ്സ് കൊടുക്കും. ഓങ്സ അത് വാങ്ങിക്കും. സോ കുറച്ച് നഗിൻ ഒത്തിരി ഹാപ്പി ആവും. പിന്നെ ദേ നമ്മുടെ സൾക്കി ബോയ് നമ്മുടെ ഫാത്സ ഇരിക്കുന്നുണ്ട്. അപ്പം നഗുൻ നോക്കുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഫാത്സ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നഗുൻ പറയുന്നുണ്ട്, ഈ വർക്കൊന്ന് ഹെൽപ്പ് ചെയ്യൂ ചോദിക്കുമ്പോൾ ഫാത്സ പറയുന്നുണ്ട്, സിയോടെ എന്നെ പറഞ്ഞോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിലയാണല്ലോ നമ്മുടെ നഗുന് വേണ്ടിയിട്ടുള്ള ഗേൾസിനെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നിരുന്നത്, ആ ദേഷ്യമാണ്. അപ്പോൾ ഇവർക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നഗുൻ ചോദിക്കും, നീയല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ പറയും, ഞാൻ ഇന്ന് ഓഫാണെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ആയി പറയും, ശരി, അങ്ങനെയാണെങ്കിൽ അമ്മേനെ കുക്ക് ചെയ്യാൻ സഹായിച്ചോടെ പറയും. ഇതിനിടയ്ക്ക് വേഗം അവസരം മുതലാക്കിയിട്ട് നഗുൻ നോക്കുമ്പോഴത്തേക്കും നിന്റെ ഫാമിലിയിൽ ഒരിക്കലും എന്തായാലും അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല, നിനക്കൊരു അമ്മേനെ സന്തോഷമാവും. പക്ഷെ നഗിൻ പറയാണ്, പെട്ടെന്ന് അവൻ്റെ കൈ മുറിയും. കൈ മുറിയുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ നഗുന് പെട്ടെന്ന് നെഞ്ചിൽ വേദന വരും. കംപ്ലീറ്റ് ആ സോൾമേറ്റ് റിലേഷൻ. അങ്ങനെ ഇവൻ മരുന്നൊക്കെ വെച്ച് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ സമ്മതിക്കുന്നേ ഇല്ല, തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് അമ്മയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്, ഇവർക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ. അമ്മ നഗുനോട് പറയും, സോറി നഗുൻ, ഞാൻ ജസ്റ്റ് ഫാത്സാനെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു എന്നേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഭാവിയിൽ നിനക്ക് വേണ്ടി കുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു പറയും. അപ്പോൾ ഫാത്സ പറയും, ആര് ഇവന് വേണ്ടി കുക്ക് ചെയ്യുന്നു, അത് ഹോട്ടലിൽ വരുന്ന പെണ്ണുങ്ങളില്ലേ, അവരോട് പറയട്ടെ പറയും. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി കേട്ടോ. അപ്പം നഗുൻ പറയും, അതൊക്കെ പഴയ കാര്യമല്ലേ, ഇപ്പം എനിക്ക് വേറെ ആരുമില്ല എൻ്റെ മനസ്സിൽ, നീ മാത്രമേ ഉള്ളൂ പറയും. അപ്പോൾ കൂടെ ഇരിക്കുന്നവരൊക്കെ ചിരിക്കും. അപ്പം നമ്മുടെ ഫാത്സയ്ക്കും സന്തോഷമാവും കേട്ടോ. ഫാത്സ ഒരു തല്ല് കൊടുക്കും നമ്മുടെ നഗുന്. അപ്പം നഗുൻ പറയും, അമ്മയോട് നോക്കമ്മ എന്നെ തല്ലി പറയും. അപ്പം പറയും, നിൻ്റെ നോട്ടിനെസ്സിന് എന്തായാലും ഇത് അത്യാവശ്യമെന്ന് പറയും. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈശ്വര നഫിറ്റ് വരുന്നു. യെസ്, ഈ പേരുകളൊക്കെ മാറിപ്പോവാണ് കേട്ടോ.
അമ്മ അവനോട് ചോദിക്കും നീ കഴിച്ചോ എന്ന്. അവനൊന്നും പറയില്ല. അപ്പം നകുൻ പറയും നിന്നോടല്ല അമ്മ ചോദിക്കുന്നത്, നിനക്ക് വല്ല ഉത്തരം പറഞ്ഞോടെ ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് വിശപ്പില്ല എന്ന് പറയും. അപ്പം നകുൻ കുറച്ച് ദേഷ്യപ്പെടും, നീ ഭയങ്കര അധികമാവുന്നുണ്ട് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നഫീറ്റിന് ദേഷ്യം വരികയാണ്. അപ്പം നമ്മുടെ ഫാത്സ പറയും രണ്ടുപേരും നിർത്തുക പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും നഫീറ്റിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഫാത്സ പറയും നഫീറ്റിനോട് പറയും കുറച്ചൊക്കെ പൊളൈറ്റ്നസ് ആവാൻ, ഒന്നുമില്ലെങ്കിൽ എൽഡേഴ്സ് അല്ലേ നിന്നേക്കാളും, അവർ പറയുമ്പോൾ നിനക്ക് ഇത്തിരി സമാധാനത്തിൽ കേൾക്കാമെന്ന് പറയും. എന്നിട്ട് നകുനോട് പറയും നകുൻ നീ ആണെങ്കിലും കുറച്ചും കൂടി ശാന്തമായി സംസാരിക്കണം, ബ്രദറിനോട് കുറേ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ നന്നാവില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും നാഫിറ്റ് ദേഷ്യം വന്നിട്ട് പറയും നീ ആര്, നീ ഒരു ഒമേഗയാണോ എന്നെ ആ, നേരെയാക്കാൻ വരുന്നത്? ഞാൻ എന്തായാലും അച്ഛനോട് പറഞ്ഞിട്ട് നിന്നെ പുറത്തേക്ക് ആക്കുമെന്ന് പറയും. അപ്പോൾ ഫാച്ചയ്ക്ക് ദേഷ്യം വരും. ഫാച്ച എഴുന്നേറ്റ് പറയും ഓക്കെ നീ പറഞ്ഞോ, ഞാൻ പോവും, എനിക്ക് പോകാൻ സ്ഥലമുണ്ട്, എനിക്ക് എൻ്റെതായ വീടുണ്ട്, അല്ലാതെ വേറെ ആരെയും പോലെ വീട്ടിൽ ഒരു പണിയില്ലാതെ ഇരുന്നിട്ട് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാതെ ഞാൻ ചുമ്മാ ജീവിക്കുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും നാഫിറ്റിന് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ സീൻ ഭയങ്കര കോൺട്രയാവും. അങ്ങനെ ആ ഒരു സീനിന് ശേഷം ശാന്തമായിട്ട് അവർ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് സിയ വന്നിട്ട് പറയും കമ്പനിയിലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ നമ്മുടെ നകുൻ്റെ ചെവിയിൽ പറയും. അപ്പം നകുൻ പറയും എനിക്ക് അർജൻറ്റായിട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഫാത്സ മുഖം വെറുപ്പിക്കും, വേഗം തന്നെ വരണം എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ നകുൻ ഭയങ്കര സ്വീറ്റായിട്ടൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഫാത്സ ഭയങ്കര വിഷമത്തിലാണ്. അത് കഴിഞ്ഞ് ഫാത്സ നമ്മുടെ നഫിറ്റിനെ കാണാൻ ചെല്ലുമ്പോൾ നഫിറ്റ് ഭയങ്കര ഇതിൽ കാലിന് മുകളിൽ കാല് കയറ്റി വയ്ക്കും അവനെ കാണുമ്പോൾ. അപ്പോൾ ഫാത്സ ചോദിക്കും നീ എന്താ എന്നോടൊരു ഫൈറ്റിന് വരികയാണോ എന്ന് ചോദിക്കും. അപ്പം നഫീറ്റ് വീണ്ടും അവനെ ചൊടിപ്പിക്കും. അപ്പോൾ ഫാത്സ പറയും ഓ ഇതാണോ നിന്നെ വളർത്തിയിരിക്കുന്നത്, നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ നഫീറ്റ് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് ആങ്കർ ഫെറമോൺസ് അങ്ങോട്ട് പുറപ്പെടുവിപ്പിക്കും. നമ്മൾ വിചാരിക്കും ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫാത്സ പേടിക്കുന്നു, പക്ഷെ ഫാത്സ ആരാ, ട്രൂ ഒമേഗയാണ്. ഫാത്സയ്ക്ക് പോലും അറിയാത്ത കുറേ പവേഴ്സ് ഫാത്സയ്ക്ക് ഉണ്ട്. ഫാത്സയും തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ അതേപോലെ ഫെറമോൺസ് വരുമ്പോഴത്തേക്കും അവസാനം രണ്ടുപേരും ഫെറമോൺസ് കൊണ്ട് യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പെട്ടെന്ന് നഫിറ്റ് തന്നെയാണ് തോൽക്കുന്നത്. അപ്പം നഫിറ്റിന് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ അവിടുന്ന് ഫാത്സ പോകുമ്പോഴത്തേക്കും നഫിറ്റ് ആകെ ഷോക്കാവാണ്, എന്താണ് അവന് പറ്റിയെന്ന് അറിയാതെ. അങ്ങനെ ഫാത്സ അവനെയും വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നഫിറ്റ് അവിടെ തോറ്റിരിക്കുന്നു. ദെൻ നകുൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. അയാൾ നകുൻ്റെ വെയർ ഹൗസിൽ കയറി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമിന്ദ്രയുടെ കമ്പനിയിൽ നിന്നാന്ന് പറയുമ്പോൾ അമിന്ദ്രേനെ വിളിക്കാൻ പറയും. അമിന്ദ്ര വരുമ്പോഴത്തേക്കും അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ ചോദിക്കും ആരാണ് നീ സത്യം പറഞ്ഞോ. അപ്പോൾ ഇവൻ കുറേ ഒഴിയാൻ നോക്കും. അപ്പോൾ അമിന്ദ്ര തോക്കെടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അയാൾ പേടിച്ചിട്ട് പറയും അയ്യോ ഞാൻ എല്ലാ ഓർഡേഴ്സും സ്വീകരിച്ചു എന്നേ ഉള്ളൂ, ഞാൻ കിയോക്ക് പറഞ്ഞിട്ടാണെന്ന് പറയും. കിയോത്ത് എന്ന് പറയുന്നത് ആരാന്നറിയോ, നമ്മുടെ അമീന്ദ്രയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണില്ലേ, അതാണ് കേട്ടോ. അമീന്ദ്രനെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി. അപ്പോൾ അമീന്ദ്ര അവിടെ നിന്ന് വേഗം എന്താണ് കാര്യങ്ങളൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന നമ്മുടെ നകുലിനെ ഫോളോ ചെയ്തിട്ട് വേറെ കുറച്ച് വില്ലന്മാരുണ്ട്. അവരായിട്ടുള്ളൊരു ഫൈറ്റും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നകുലിന് പെട്ടെന്ന് വെടി കൊള്ളുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫാത്സയ്ക്ക് പെട്ടെന്ന് ആ സോൾമേറ്റ്സിന് തമ്മിലുണ്ടാകുന്ന രീതിക്കുള്ള ആ ഒരു നെഞ്ചുവേദന അവനും പെട്ടെന്ന് വരികയാണ്. അപ്പോൾ എന്തോ ഒരു ആപത്ത് മനസ്സിലാവുന്നുണ്ട് അവന്, പക്ഷെ അത് അവന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ നകുൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാം ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് രാത്രി അവൻ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ്. ദെൻ നമ്മുടെ ഫാത്സയാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ അമ്മ വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട് ഒന്നുമില്ല, അവൻ കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരും എന്ന് പറയും. പക്ഷെ നമ്മുടെ ഫാത്സയാണെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ് എന്താ പറ്റിയെന്നറിയാതെ. അങ്ങനെ പിറ്റേ ദിവസം എന്ത് ചെയ്യും, നമ്മുടെ നകുൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. എന്നിട്ട് നവൻ പറയുന്നുണ്ട് സോറി ഇന്നലെ കുറേ വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഹോട്ടലിൽ താമസിച്ചു. അപ്പോൾ അമ്മ ചീത്ത പറയുന്നുണ്ട് അങ്ങനെ വൈകുവാണെങ്കിൽ നിനക്ക് പറഞ്ഞോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദെൻ വാട്സപ്പ് ദേഷ്യം വന്ന് പോകുന്നുണ്ട്. നവൻ റൂമിൽ വന്നിട്ടാണെങ്കിലും ഒന്നും പറയാതെ നേരെ കിടക്കുകയാണ്, അവന് വയ്യ. അപ്പോൾ ഫാച്ച ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു, നിനക്ക് എന്നോട് പറയാൻ പറ്റില്ലല്ലേ ചോദിക്കുമ്പോൾ നവൻ പറയുകയാണ് എനിക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഫാച്ച ദേഷ്യപ്പെട്ടിട്ട് പോകുവായിരുന്നു. ദെൻ നമ്മുടെ അമിന്ദ്രയാണെങ്കിൽ കിയോക്കിനെ വിളിച്ചിട്ട് പറയാണ് നകുൻ്റെ വെയർ ഹൗസിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു പറയുമ്പോഴത്തേക്കും അവൾ പറയാണ് ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി വരുന്ന ബിഡ് നിനക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ലേലം വെളിയിൽ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറയും. അപ്പോൾ അമിന്ദ്ര ദേഷ്യപ്പെടും, നീ ചെയ്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിൽ വേണ്ടി പോലും എന്നെ നിനക്ക് വിശ്വാസമില്ലാത്ത പോലെ, എനിക്ക് എന്തുകൊണ്ട് അത് നേടാൻ പറ്റില്ല, എനിക്ക് സ്വയമായിട്ട് നേടാൻ പറ്റും, ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടൊന്നും വേണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ നമ്മുടെ കിയോക്കിയും ആമിന്ദ്രയും കൂടിയിട്ട് അതിൻ്റെ ഒരു ഫൈറ്റാണ്. എനിക്ക് ആക്ച്വലി ആ ഒരു ഭാഗം അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല കേട്ടോ. അങ്ങനെ ഫാത്സ ഭയങ്കര ദേഷ്യവും വന്നിട്ട് നമ്മുടെ ഓങ്സിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് ഫാത്സനെ കാണുമ്പോഴത്തേക്കും ആൽഫയാണോ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ഫാത്സനെ കാണുമ്പോൾ ഒരു ആൽഫയുടെ ലുക്കാണുള്ളത്. ഞാൻ ആ നേരത്ത് പെട്ടെന്ന് ഈ ഫോൺ വരുന്നു. എന്നിട്ട് നഗിൻ ചോദിക്കുകയാണ് നകുൻ നിൻ്റെ കൂടെ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇവൻ പറയും ഓ എനിക്കൊന്നും അറിയില്ല, എൻ്റെ കൂടെ ഒന്നുമില്ല, അവൻ ഇന്നലെ എന്നെ രാത്രി വന്നിട്ടില്ല, ഏതോ ഹോട്ടലിലായിരുന്നു പറയുമ്പോൾ നഗിൻ ചോദിക്കുമ്പോൾ ഹോട്ടലിലോ, അവൻ ഹോസ്പിറ്റലിലായിരുന്നു, അവൻ ഇന്നലെ വരുമ്പോഴത്തേക്കൊരു
ഷോട്ട് ഉണ്ടായി എന്ന് പറയും. അപ്പോഴത്തേക്കും ഇവൻ ഷോട്ട് ഉണ്ടാവേ, ആ അതെ അതെ എന്താണോ എന്നോട് പറയാത്തത് എനിക്കറിയില്ല, പക്ഷെ അവന് ഏതെങ്കിലും മരുന്ന് അലർജി ഉണ്ടോ എന്ന് എനിക്ക് അറിയണമെന്ന് പറയും. എന്നിട്ട് നഗിൻ പറയും അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അമ്മേനെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഫാസിക്ക് ആകെ ഷോക്കാവും. ദെൻ നഗിൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മുടെ ആരെയാണ് കാണുന്നത്, സണ്ണിയനെ കാണാണ്. സണ്ണിയാണെങ്കിൽ അവൻ്റെ ഹീറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. സന്ധ്യയ്ക്ക് ടാക്സി കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും നഗിൻ പറയും നീ എൻ്റെ കൂടെ പോന്നു, പക്ഷേ എനിക്ക് ഓങ്സയുടെ കഫേയിൽ പോയിട്ട് ഫാത്സേനെ എടുക്കണം എന്ന് പറയും. അങ്ങനെ അവരവിടെ വന്ന് നിൽക്കുവാണ് ഓങ്സയുടെ കഫേയിൽ. ഫാസ്റ്റ് ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നഗിൻ പറയുകയാണ് ഇന്നലെ രാത്രി ഒരു അറ്റാക്ക് ഉണ്ടായി, അപ്പോൾ അതിൽ സിലേനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവന് ഷൂട്ട് ചെയ്താന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഫാസിക്ക് ഭയങ്കര സങ്കടവും. ഫാസ പറയും എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇന്നലെ അവൻ ഹോട്ടലിൽ താമസിച്ചു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം എഴുന്നേറ്റ് ഓടും നഗുനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് നഗിൻ പറയും എന്തായാലും ഞാൻ സൗമ്യേനെ കൊണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ സൗമ്യ പറയും അയ്യോ ബുദ്ധിമുട്ടാവില്ല ചോദിക്കും. പറയും അല്ല നിന്നെ ഇവിടെ കൊടുന്നില്ലേ, ഞാൻ എന്തായാലും അങ്ങോട്ട് കൊണ്ടാക്കാമെന്ന് പറയും. എന്നിട്ട് പറയും ഓങ്സയും ഞങ്ങളുടെ കൂടെ പോരേ പറയും. അപ്പോൾ ഓങ്സ് പറയും വേണ്ട വേണ്ട എന്നെ നോക്കണ്ട നിങ്ങൾ പോയിക്കോ പറയും. അപ്പോൾ സൗമ്യയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സൗമ്യ പറയും ഇല്ലില്ല ഓങ്സയും കൂടി ഞങ്ങളുടെ കൂടെ പോരണം എന്ന് പറയും. അങ്ങനെ അവസാനം ഓങ്സ സമ്മതിക്കുകയാണ്. നമ്മുടെ ഫാത്സയാണെങ്കിൽ നഗുൻ്റെ അടുത്തേക്ക് നേരെ ഓടിച്ചില്ലാണ്. എന്നിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നഗുൻ്റെ പതുക്കെ ഷർട്ട് മാറ്റിയിട്ട് ആ മുറിവ് നോക്കും. അപ്പോൾ മുറിവിൽ കൈ വയ്ക്കുമ്പോഴത്തേക്കും ആ വേദന നഗുന് അനുഭവപ്പെടുന്ന പോലെ തന്നെ പെട്ടെന്ന് ഫാത്സയ്ക്ക് അനുഭവപ്പെടും. പെട്ടെന്ന് ഫാത്സയുടെ ആ ഒരു വയ്യായ കാണുമ്പോഴത്തേക്കും നഗുൻ ആകെ ടെൻഷനാവും. നഗുൻ പെട്ടെന്ന് എണീക്കും. ഫാസ്റ്റ് ചോദിക്കും ഇതെന്താ എങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോഴത്തേന് നകുൻ പറയും അങ്ങനെ നോർമലി ആൽഫയും ഒമേഗയും തമ്മിൽ ബോണ്ട് ഉണ്ടെങ്കിൽ പോലും ഇത്തരം വേദനകളൊന്നും അങ്ങനെ ഷെയർ ചെയ്യില്ല, ഒരു പക്ഷെ നമ്മൾ സോൾമേറ്റ്സ് ആയതുകൊണ്ടായിരിക്കുമോ ചോദിക്കുകയാണ്. അപ്പം നകുൻ പറയുകയാണ് ഇനി എന്തായാലും ഞാൻ ശ്രദ്ധിച്ചോളാം, സോറി ഞാൻ വേദനിക്കുമ്പോൾ നിനക്കും കൂടി വേദനിക്കല്ലേ ചോദിക്കുമ്പോൾ ഫാത്സ പറയും അങ്ങനെയാണെങ്കിൽ ഞാനും സോറി പറയണ്ടേ, കാരണം വെയർ ഹൗസിൽ വെച്ചിട്ട് എനിക്ക് മരത്തിൻ്റെ തടി കൊണ്ടുള്ള മുറിവുണ്ടായപ്പോൾ നീയും വേദനിച്ചില്ലേ ചോദിക്കും, അതുകൊണ്ട് ഞാനും കെയർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഫാത്സ പറയാണ് ഇനി എന്തായാലും നമുക്ക് രണ്ടുപേർക്കും പരസ്പരം സ്വയം കെയർ ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ നകുൻ പറയും ഓഹ് നീ ഭയങ്കര ക്യൂട്ടായിരിക്കുന്നു, ഞാൻ എന്താ ചെയ്യുക ചോദിക്കും. ശരിക്കും നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ ഫാത്സ പറയും അതിന് ആരാ ചെയ്യേണ്ടെന്ന് പറഞ്ഞേ ചോദിക്കും. അപ്പം നകുൻ പറയും പക്ഷെ നീ സമ്മതിക്കാതെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ ഫാത്സ സമ്മതം മൂളും. ദെൻ രണ്ടുപേരും നല്ലൊരു കിസ്സിങ് സീനാണ്. അതോടുകൂടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുക.